ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിവസത്തിനായിട്ട് നമുക്ക് നന്ദി കരയറ്റാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ഉൽപ്പത്തി പുസ്തകം 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ നമ്മുടെ കുറിവാക്യം ഉൽപ്പത്തി 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. നമുക്കേവർക്കും സുപരിചിതമായ ഒരു കഥാപാത്രത്തെയാണ് ഇവിടെ കാണുന്നത്. ആദിമ മനുഷ്യരുടെ രണ്ടാമത്തെ പുത്രനായിരുന്നു ഹാബേൽ. ഹാബേൽ എന്ന പേരിൻ്റെ അർത്ഥം ശ്വാസം എന്നാകുന്നു. വേദപുസ്തകത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയും ആണ് ഹാബേൽ. ഹാബേൽ ആട്ടിടയനും ശാന്തനും സൗമ്യനും സഹോദര സ്നേഹം പാലിക്കുന്നവനും ആയിരുന്നു. ഭവനത്തിൽ നിന്നും ലഭിച്ച ദൈവബോധം ജീവിതത്തിലുടനീളം പാലിക്കപ്പെടുന്നതായിട്ട് കാണാം. ഏദൻ എന്ന പറുദീസയുടെ അനുഭവവും അവിടെ നിന്ന് പുറത്താകേണ്ടി വന്നതും ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നും ഗ്രഹിച്ചു കാണണം. അവിടെ അത്തിയില കൊണ്ടുള്ള വസ്ത്രങ്ങൾ മാറ്റി യഹോവയായ ദൈവം തോൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി അതിന് ഒരു പരിഹാരം കാണുന്നു. ഈ തോൽ ഒരു മൃഗം യാഗമായതിൽ നിന്നാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അത് ആദ്യത്തെ യാഗമായി നമുക്ക് പരിഗണിക്കാം. എന്നാൽ ഇന്ന് ഹാബേലിൻ്റെ ജീവിതത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് പൂർണ്ണ സമർപ്പണത്തോടെയുള്ള യാഗം. പൂർണ്ണ സമർപ്പണത്തോടെയുള്ള യാഗം. ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ഹാബേൽ യാഗം കഴിച്ചതായിട്ടാണ് നമ്മൾ വായിച്ചത്. തൻ്റെ അധ്വാന ഫലം, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ദൈവത്തിനായി തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ഹാബേലിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അർപ്പണത്തിൻ്റെ മനോഭാവം വിശ്വാസം ആയിരിക്കണം. സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തെ ഹാബേൽ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഹാബേൽ വിശ്വസിച്ചു. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യവർഗത്തിന് രക്ഷ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഹാബേലിൻ്റെ യാഗം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും യാഗം അഥവാ ആരാധനാ ജീവിതവും പൂർണ്ണ സമർപ്പണത്തോടെ ഉള്ളത് ആയിരിക്കണം. രണ്ടാമതായിട്ട് സഹോദരൻ്റെ കാവൽക്കാരനാകുവാനുള്ള യാഗം. സഹോദരൻ്റെ കാവൽക്കാരനാകുവാനുള്ള യാഗം. മനുഷ്യൻ തൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനും പരിപാലകനും ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം താൻ സൃഷ്ടിച്ചവയെ എല്ലാം മനുഷ്യൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. അവൻ അവയ്ക്കെല്ലാം എന്തു പേരിടുമെന്ന് നോക്കുന്നു. അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്: തൻ്റെ സൃഷ്ടികൾക്കെല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ഇടം വേണമെന്ന്. ആ സ്നേഹവും കരുതലും ഇല്ലാതെയാകുമ്പോൾ ആണ് കൊലയും കുരുതിയും ഒക്കെ സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനായില്ല എങ്കിൽ ദൈവം എൻ്റെ മേൽ ഒരു അടയാളം വയ്ക്കും. ആരുണ്ട് സഹോദരൻ്റെ കാവൽക്കാരനായി സ്വയം ഉറച്ച് പ്രവർത്തിക്കുന്നവർ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ ഇത്രയേറെ പാതകങ്ങൾ നടക്കുമായിരുന്നോ? പ്രിയമുള്ളവരെ, ഹാബേലിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഇന്ന് എൻ്റെ ആരാധനയും എൻ്റെ ജീവിത രീതികളും എപ്രകാരമാണ്? നമ്മുടെ ആരാധനകൾ പൂർണ്ണ സമർപ്പണത്തോടെ ഉള്ളതാകട്ടെ. നാം നമ്മുടെ സഹോദരങ്ങളുടെ കാവലാളായി മാറുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ കർത്താവേ, ഈ പുതിയ ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആരാധനകൾ പൂർണ്ണ സമർപ്പണത്തോടെ ആയിത്തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളുടെ കാവലാളായി മാറുവാനും ഉള്ള നല്ല മനസ്സിനെ ഞങ്ങൾക്ക് നൽകണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.